ാണ്. അപ്പോ ഞാൻ നോക്കിയപ്പോ അനന്തമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു പൊതു സംസാരം. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത. കഴിഞ്ഞ ദിവസം ഉപ്പുമുളകം ലൈറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിജോ ടോക്സ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സിജോ പറയുന്ന മെയിൻ കാര്യമായിരുന്നു, നമ്മൾ കാര്യം അറിയാതെ അവർ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യരുത്, അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. പ്രത്യേകിച്ച് സിജോ വിളിച്ച് അന്വേഷിച്ച സമയത്ത് എല്ലാ തെറ്റുകളും ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭാഗത്തായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു സിജോ വന്ന് സംസാരിച്ചത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ലൈഫ് ഓഫ് അനന്തുവിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് അനന്തു കാര്യം അറിയാതെയാണ് വന്നിരുന്ന ഓരോന്ന് പറയുന്നതും, പിന്നെ അനന്തുവിനെ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുമാതിരി മോനെ വിളിച്ച് കുറച്ച് കളിയാക്കിക്കൊണ്ടൊക്കെ സംസാരിച്ചായിരുന്നു. അതിനൊരു റിപ്ലൈ വീഡിയോ ആയിട്ട് അനന്തു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറെ നാളുകൾക്ക് മുന്നേ ഈ സിജോ ഇവരുടെ മൂത്ത മകൾ ഒളിച്ചോടിയ സമയത്ത് ഈ സിജോ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് അളിയനെ നല്ല രീതിയിൽ ട്രിഗർ ആയിട്ട് ഇന്നലെ ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് അനന്തുവിനെ അഗെയിൻസ്റ്റ് ആണ് ഇവൻ വന്നിരുന്ന് സംസാരിക്കുന്നത്. കാര്യം ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ എന്താണ് സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റിയൽ ക്യാരക്ടറാണ് പുറത്തു വരുന്നത്. അതായത് വീഡിയോക്കകത്ത് വന്നിരുന്നിട്ട് ഒരാളുടെ തന്തയ്ക്ക് വിളിക്കുവാണ്. ഒരാൾ നമ്മളെ ഹെൽത്തി ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആ രീതിയിൽ തന്നെ തിരിച്ച് റിയാക്ട് ചെയ്യണം. അല്ലാതെ അവരുടെ വീട്ടുകാരെ വെച്ച് ചീത്ത വിളിക്കുക, അവരുടെ വീട്ടുകാരെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിക്കുക, അതല്ല അതിന്റെ ഒരു മാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ അറിവിൽ ഈ സിജോ ടീച്ചർ എങ്ങാണ്ടാണ്, എന്നിട്ടാണ് വന്നിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ പറയുന്നത്. എന്തായാലും സിജോ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കാം. എന്നെ പറ്റിയും സായിയെ പറ്റിയൊക്കെ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടലകള്, മാങ്ങാണ്ടി മോറന്മാര്, കൊണേഷ് കണ്ണാപ്പികൾ, ഇങ്ങനെ ഒരുപാട്. എന്റെ അടുത്ത് അത് വെച്ചിട്ടാണ് ചോദിച്ചത്, സിജോ ഒന്ന് സംസാരിച്ചൂടെ. ഞാനപ്പോ അനന്തമോളെ പറ്റി ഏറ്റവും ആദ്യം ഞാനൊന്ന് അന്വേഷിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഞാൻ അനന്തമോളെ കഴിഞ്ഞ ദിവസം പറഞ്ഞു അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങനെ അന്വേഷിച്ചു അനന്തമോളെ പറ്റി. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, അനന്തമോൾ ഇങ്ങനെയൊക്കെ പറയുന്നു, അപ്പൊ എന്തായിരിക്കും എന്റെ കാര്യം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അനന്തമോൾ എന്തോ 1994 കാലഘട്ടത്തിൽ അവരുടെ അനന്തമോള് ജനിച്ച ആ ഒരു സ്ഥലത്തിൽ ഒരുപാട് ആൾക്കാർ വന്ന ഏതോ ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയിൽ അനന്തമോള് ജനിക്കുകയാണ്. അപ്പോ ഞാൻ നോക്കിയപ്പോ അനന്തമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു പൊതു സംസാരം. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. കാരണം അങ്ങനെയാണല്ലോ. കാരണം എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു ഇഷ്യൂ, അതിനെ ബഹുമാനിക്കണമെന്നോ അതിനെ പരിഗണിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. കേട്ടല്ലോ, അതായത് അനന്തുവിന്റെ വീട്ടിലിരിക്കുന്നവരെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങൾ എന്നെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇവനൊരു ടീച്ചറാണ്, നിനക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ഒന്നും പറയത്തില്ല. ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തതിൽ നിനക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നീ അവനെ പറഞ്ഞോ. ഒരിക്കലും വീട്ടിലിരിക്കുന്നവരെ പറയുന്നതല്ല അന്തസ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി. അവന് വേണമെങ്കിൽ ഇതേ രീതിയിൽ അവന് തിരിച്ചു പറയാമായിരുന്നു, പക്ഷെ അവൻ അത് ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം. പക്ഷേ നീ ഇത്രയ്ക്കും ഉളുപ്പില്ലാത്തൊരു വ്യക്തിയാണെന്ന് സിജോ. നമുക്ക് എല്ലാവർക്കും ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഒരു ഡിഗ്നിറ്റി വിട്ട് നമ്മൾ ഒരിക്കലും പെരുമാറരുത്. കാര്യം സിജോയുടെ പലപ്പോഴും സംസാരവും രീതിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ സിജോ എന്തോ വളരെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവന്റെ ഈ ഒറ്റ സംസാരത്തിൽ നിന്ന് തന്നെ ഇവന്റെ റിയൽ സ്വഭാവം എന്താണെന്നാണ് ഇപ്പം പുറത്തു വരുന്നത്. അതായത് വന്നിരുന്നിട്ട് ഒരാളുടെ തന്തയ്ക്ക് പറയുക അല്ലെങ്കിൽ അമ്മയ്ക്ക് വിളിക്കുക എന്നൊക്കെ പറയണത് അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല. ഇവിടെ അനന്തു എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ മാന്യമായിട്ടാണ് അവൻ റിയാക്ട് ചെയ്തത്. ആ റിയാക്ഷന് നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ വീട്ടിലിരിക്കുന്നവരെ ചീത്ത വിളിക്കുന്നതല്ല അതിന്റെ ഒരു മാന്യത എന്ന് പറയുന്നത്. ഇവിടെ എവിടെയും അവന്റെ വീഡിയോയ്ക്കകത്ത് എവിടെയും അവൻ നിന്റെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ നിന്റെ പെങ്ങളെയോ അവൻ ഒരിടത്തും വന്ന് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നീ റിയാക്ട് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങൾ, ഇതാണോ നിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയണത്? അപ്പൊ നീ പഠിപ്പിക്കുന്ന പിള്ളേരുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് ആ കുട്ടികളോടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നത്. നിന്നെ പോലുള്ള ഒരു വ്യക്തി അവരെ പഠിപ്പിക്കുമ്പം അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. പച്ചയ്ക്ക് വന്നിരുന്നിട്ട് തന്തയ്ക്ക് വിളിക്കുവാണ്. കൊള്ളാം, നന്നായിരിക്കുന്നത്. കാര്യം നീ എന്ന് പറയുന്ന ഒരാളുടെ ഇതോടുകൂടി എനിക്ക് മനസ്സിലായി. കാര്യം നിന്നോടൊക്കെ അറ്റ്ലീസ്റ്റ് റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഈവൻ സിജോ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞാൻ സിജോയുടെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. അങ്ങനെയൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് സിജോ. ഞാൻ സംസാരിച്ചിട്ടുണ്ട് സിജോയുടെ, ഒരു വട്ടം കൊണ്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ സിജോ ഈ പുറത്തിറങ്ങി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് കാണിക്കുന്ന കുറേ കാര്യങ്ങൾക്കകത്തോട്ട് നമുക്ക് എതിർപ്പുണ്ട്. അതൊരിക്കലും സിജോയുടെ പേഴ്സണൽ ലൈഫിന്, സിജോയുടെ അച്ഛനെയോ സിജോയുടെ അമ്മയോ അല്ലെങ്കിൽ സിജോയുടെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാൻ യാതൊരു അവകാശവും ഇല്ല. സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ എന്ത് കാണിക്കുന്നു നമ്മളെടുത്ത് വെച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ സിജോയുടെ മുൻ വൈരാഗ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഈ കാണിച്ച ആ ഒരു രീതി ഉണ്ടല്ലോ, നിന്റെ ക്വാളിറ്റിയാണ് ഇവിടെ മനസ്സിലാവുന്നത്. നീ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്ന് എന്തായാലും ബാക്കിയുടെ കാണാം. ആ വ്യക്തിയോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എന്റെ കാര്യമാണ്. എന്റെ അമ്മ പോലും ഏറ്റവും ആദ്യമായിട്ട് സംസാരിക്കുന്നത് എന്റെ സർജറി ടൈമിലാണ്. നിനക്ക് ഒരിക്കലും അമ്മയെ പറ്റിയിട്ട് പറയാൻ യാതൊരു യോഗ്യതയില്ല. കാര്യം നീ ഇപ്പം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ പൈതൃകത്തെ പറ്റിയിട്ട്, അവിടെ അവനും ഒരു അമ്മയുണ്ട്.
അത് നീ ആലോചിക്കണം. എന്നിട്ടാണ് നീ പറയണ അമ്മയും അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. എടാ, എല്ലാവർക്കും വീട്ടിൽ അമ്മയും അച്ഛനും എല്ലാം ഉണ്ട്. പിന്നെ ബയോളജിക്കലി ഇവിടെ ഒരു തന്തയേ ഉള്ളൂ എല്ലാവർക്കും, അല്ലാതെ പല തന്തകൾക്ക് ആരും പിറന്ന ഒരു ചരിത്രവും ഇല്ല. നീ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ നിനക്കും ഒരു കുടുംബം ഉണ്ടെന്ന് നീ ആലോചിക്കുക കേട്ടോ. നീ ഇപ്പം അമ്മയെ പറ്റിയിട്ട് അങ്ങ് വർണ്ണിക്കാനായിട്ട് നീ സംസാരിക്കുന്നത്. കാര്യം നമുക്ക് സത്യം പറഞ്ഞാൽ നിന്റെ ആ ഇടി കിട്ടിയ സിറ്റുവേഷനിൽ, ആ ഫാമിലി വീക്കിൽ നിന്റെ അമ്മ കയറി വന്ന സമയത്ത് അപ്പോൾ ഭയങ്കര കരച്ചിലാണ് തോന്നിയത്. ആ അമ്മ വന്ന് കരഞ്ഞുകൊണ്ട് വന്ന് നിന്നെ കെട്ടിപ്പിടിച്ചെന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് തോന്നിയത്. നീ നിന്റെ വായും കൊണ്ട് നീ പല പൈതൃകത്താൽ എന്നുണ്ടായെന്നൊരു വാക്ക് പറഞ്ഞല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് പുച്ഛമാണ് തോന്നുന്നത്. എനിക്കൊന്നും പറയാൻ കൂടുതൽ പറ്റുന്നില്ല. അതുവരെ എൻ്റെ അമ്മ പോലും സംസാരിച്ചിട്ടില്ല. അനന്തമോളുടെ ഒരു വീഡിയോയിൽ എൻ്റെ അമ്മയ്ക്ക് പോലും ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇനി ഇതിന് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര വഷളാവും. ആ വ്യക്തി ബിബിയിൽ ഇറങ്ങിയിട്ട് ഒരുപാട് ഷോ ഓഫ് കാണിച്ച സമയത്ത് ഞാൻ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടേ ഉള്ളൂ. അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്താണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് പ്രതികരിക്കുന്നത്. തുടർന്ന് അനന്തമോൾ ആ വ്യക്തിയുടെ എല്ലാ വീഡിയോസും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് എന്റെ പേഴ്സണൽ ആയതുകൊണ്ട് പല ആൾക്കാർ ആ വ്യക്തിയുടെ വീഡിയോസ് എനിക്ക് അയച്ചു തരുമ്പോഴത്തേക്കും ആ വ്യക്തി എന്തെങ്കിലും എന്നെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് രണ്ടാമത്തെ സർജറിയുടെ സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ, അതിനെ മുൻനിർത്തിയാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ വീഡിയോസ് ചെയ്യുകയും ആ വ്യക്തിക്ക് മറുപടി കൊടുക്കുകയും ചെയ്തത്. അതിനുശേഷം ആ വ്യക്തി വന്ന് കൊണയടിക്കാൻ വേണ്ടി വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിലുള്ള അത്ര നാളത്തുള്ള കൊണയടി ആ വ്യക്തി അങ്ങ് നിർത്തി. ഇവർ ഇതിനകത്ത് ത്രൂ ഔട്ട് ഈ റോക്കിയുടെ വിഷയമാണ് പറയുന്നത്, ഈ ഇടി കൊണ്ട വിഷയം. അതായത് അനന്തു ആ ഒരു സമയത്ത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത് ഇവന് പേഴ്സണലി ഭയങ്കര ഹേർട്ട് ചെയ്യുന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. നീ എന്നാൽ ആ ഒരു വീഡിയോ കേട്ടിട്ടുള്ളൂ, എന്നാൽ നിനക്ക് ഇടി കിട്ടി നീ വളരെ വേഴ്സ് ആയിട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോയതിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അനന്തു നിന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യമുണ്ട്, അത് നീ വേണമെന്ന് കേട്ടു നോക്കിയോ. ആറ്റിറ്റ്യൂഡ് റോക്കി ഇപ്പോഴും ഞാൻ കുറ്റം ചെയ്തില്ല, എനിക്ക് അതിനകത്ത് കുറ്റബോധമില്ല, ഞാൻ ചെയ്തത് 100% ഉറപ്പാണ്, സിജോയുടെ ഭാഗത്താണ് കുറ്റം എന്നുള്ള രീതിയിലാണ് ഈ പരനാറി ഇപ്പോഴും നിൽക്കുന്നത്. സീരിയസ്, ഇവൻ എന്തൊരു ഉളുപ്പുണ്ടോടെ, എന്തൊരു ഷൊണ്ണയാണ് ഇവൻ. ഒരുത്തൻ്റെ ഇവിടെ ഇടിച്ച് അവൻ്റെ മോന്തയുടെ ഷേപ്പ് മാറ്റി അവൻ പ്ലേറ്റും സ്ക്രൂവും നട്ടും ബോൾട്ടും ഒക്കെ ഇട്ടിട്ടാണ് അവൻ നടക്കുന്നത്. അവന് പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, 10-13 കിലോ കുറഞ്ഞ് ഇത്രയൊക്കെ. ഈ ഒരു കപ്പ് തന്നെ ചിലപ്പോൾ അവൻ്റെ കയ്യിൽ ഇരിക്കേണ്ട സാധനം അവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ നമ്മുടെ ജോക്കി ബായി ഒരുത്തന കാരണമാണ്. അവൻ്റെ കല്യാണം വരെ മാറ്റി വെക്കുകയുണ്ടായി. ഇത്രയൊക്കെ അവൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ട് യവന് ഒരു ലേശം ഉളുപ്പ്, സാധാരണ ഒരു സഹജീവിയോട് തോന്നുന്ന ഒരു കരുണയെങ്കിലും ഉണ്ടല്ല, അതുപോലും യവന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇവൻ എന്ത് മനുഷ്യനടേ. കേട്ടല്ലോ, ഇത് നീ ഒരു പക്ഷെ കേട്ട് കാണത്തില്ലായിരിക്കാം. നീ അവിടെ ഇവിടെ കുറെ തമ്മിലില്ല മറ്റേതില്ല ആ വീഡിയോ തന്നെ ഇങ്ങനെ പറഞ്ഞു, അത് മാത്രമായിരിക്കും കേട്ടത്. എന്താ നിന്നെപ്പറ്റി നല്ലത് പറഞ്ഞതൊന്നും നീ കേൾക്കാൻ ചാൻസ് ഇല്ല. എൻ്റെ പൊന്ന് സിജോ, നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഇപ്പോൾ ഈ പല ആൾക്കാരും ഉണ്ട്, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്താണ്, വീട്ടിൽ ആരെങ്കിലും വീട്ടിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയെങ്കിലും കുത്തി കൊണ്ടുവന്നിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കുക എന്ന് പറയാനകത്ത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് പറഞ്ഞോ, എന്നെ വേണമെങ്കിൽ ഒന്ന് എറി വളച്ചോ, അല്ലെങ്കിൽ നീ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞു. പക്ഷെ നമ്മുടെ വീട്ടുകാരെ പറയുമ്പോഴാണ് നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യണത്. സിജോ, നീ ഇപ്പം ഈ കാണിച്ച രീതി ഉണ്ടല്ലോ, നീ ഇനി എന്ത് ന്യായീകരണം ഈ ഒരു വിഷയത്തിൽ പറഞ്ഞാലും അത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അനന്തുവിൻ്റെ അമ്മയ്ക്ക് നിന്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് നീ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ അവൻ്റെ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. അവൻ ഇതിനൊരു മറുപടി പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ചുരുക്കം പറഞ്ഞാൽ സിജോ എന്റെ തന്തയ്ക്ക് വിളിച്ചതാണ് ഗൈസ്, നിങ്ങൾ പോയി കേട്ടത്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. ഏതെങ്കിലും ഒരു നാറി വന്ന് നമ്മുടെ തന്തയ്ക്ക് വിളിച്ച് നമുക്ക് ഉണ്ടായിരിക്കാൻ പറ്റൂലല്ലോ. എടാ സിജോ, ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ നിന്റെ അച്ഛനെ പറഞ്ഞിട്ടില്ല, നിന്റെ അമ്മയെ പറഞ്ഞിട്ടില്ല, നിന്റെ ഭാര്യയെ പറഞ്ഞിട്ടില്ല, നിന്റെ വീട്ടിലുള്ള ആരെയും പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും പച്ചത്തെറിയൊന്നും ഇതുവരെ വിളിച്ച് നിന്നെ സംസാരിച്ചിട്ട് പോലും. ഇപ്പൊ നിന്റെ തന്തയ്ക്ക് ഒരുത്തം വന്ന് വിളിക്കുവാണെങ്കിൽ നീ അവനെ തിരിച്ച് തന്തയ്ക്ക് വിളിക്കുന്നതിന് ഒരു മാന്യത ഉണ്ടെന്ന് പറയാം. അതിപ്പോ ഞാനായാലും വിളിക്കാറുണ്ട്. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചാൽ തിരിച്ചു വിളിക്കും, അത്ര തന്നെ. പക്ഷെ ഇവിടെ ഞാൻ നിന്നെ തന്തയ്ക്കൊന്നും വിളിക്കാൻ പോണില്ല. എനിക്ക് പറയാനുള്ളത് അങ്ങയോടാണ് ഗൈസ്. ഇത് സിജോയുടെ അച്ഛനാണ്. നമ്മൾ ബിഗ് ബോസ് വന്നപ്പം എല്ലാവരും പുള്ളിയെ കണ്ടതാണ്. അങ്കിൾ ഈ പിക്ചറിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാനത് ബ്ലറാക്കി വെച്ചേക്കുന്നത്. നിങ്ങളെ കാണിക്കാൻ എനിക്കും താല്പര്യം. നിങ്ങളുടെ മകൻ വന്ന് ബാക്കിയുള്ളവരെ തന്തയ്ക്ക് വിളിക്കുന്ന പോലെ നിങ്ങളെ സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം നിങ്ങളുടെ മകന്റെ അത്രയും നാറിയല്ല ഞാൻ, അത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ അങ്ങളെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മകനെ വളർത്തുമ്പോൾ സ്വന്തം തന്തയുടെ വില പറഞ്ഞു കൊടുത്ത് തന്നെ വളർത്താൻ ശ്രമിക്കുക. അങ്ങനെ വളർത്തിയെങ്കിൽ
ഇല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവർ തന്തയ്ക്ക് വിളിച്ച് ഇങ്ങനെ മോൻ നടക്കത്തില്ലായിരുന്നു. ഇതിപ്പോ ആദ്യമായിട്ടല്ല സിജോ മോൻ തന്തയ്ക്ക് വിളിക്കുന്നത്. അന്ന് റോക്കി ബായിന്റെ തന്തയ്ക്കും വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇനിയിപ്പോ പോട്ടങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമൊക്കെ കഴിഞ്ഞ് അവൻ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്. വേണമെങ്കിൽ ഈ പറയുന്ന നിന്റെ തന്തയ്ക്ക് വിളിക്കാം, വേണമെങ്കിൽ നിന്റെ തന്തയുടെ ഫോട്ടോ എടുത്ത് വെച്ച് കാണിച്ചുകൊണ്ട് അവന് പറയാം. പക്ഷെ അവൻ ചെയ്യാത്തത് അവന്റെ മാന്യത. എല്ലാവരും അങ്ങനെ കാണിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് സിജോ. നീ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ തെറ്റാണ്. ഒരു അധ്യാപകനാണ്, ഇപ്പൊ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഈ പിള്ളേർക്ക് അല്ലേ. അപ്പൊ നിന്റെ വായിൽ നിന്നാണ് ഇങ്ങനെയുള്ളൊരു വർത്താനം വന്നിരിക്കുന്നത്. ഇനി നിന്റെ വീഡിയോക്കകത്ത് തുടക്കം നീ പറയുന്ന ഒരു വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. മോനേന്നോ സിജോയ്ക്ക് എന്നെ കണ്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ല. പ്രായമല്ലായിരുന്നു അടുത്ത വിഷയം. ഞാൻ മോനെന്ന് വിളിച്ചു പോയി. പക്ഷേ ആ വിളി എന്തായാലും തിരുത്തണം. തിരുത്തില്ലെങ്കിൽ അനന്ത് മോനത് വിഷയമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം. ഓക്കെ, കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാൾ മുന്നേയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ഇനി അതിനകത്തൊരു ഡിസ്കഷൻ വേണ്ട. മോളെ, അനന്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുറച്ച് നാളായിട്ട് അനന്തു ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ മോളെന്ന് പറയുന്ന വാക്ക് ഇത്രയും വലിയ അപരാധമായിട്ടുള്ളൊരു വാക്കാണോ? നിന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്, അമ്മയുണ്ട്, വൈഫുണ്ട്, പെങ്ങളുണ്ട് അല്ലേ? ഇവരെല്ലാം പെണ്ണുങ്ങളല്ലേ? അപ്പൊ ഈ മോളെന്ന് പറയുന്നത് അത്രയും മോശമായിട്ടുള്ള വാക്കാണോ? അപ്പൊ സ്ത്രീകളെല്ലാം ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വർത്തമാനം ഉണ്ടല്ലോ, അതത്ര ശരിയുള്ളൊരു പരിപാടിയല്ല അല്ലേ? അപ്പൊ നീ എന്തുദ്ദേശത്തിലാണ് ഈ മോള് എന്ന് പറയുന്നത്? കഴിഞ്ഞ വീഡിയോക്കകത്ത് മോൻ എന്ന് വന്നിട്ട് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഇപ്പം മോളെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. മോളുമാര് ചെയ്യുന്ന കുറച്ച് പരിപാടികൾ. എനിക്ക് തോന്നുന്നു സിജോയുടെ ഈ ഫാമിലി വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെജോറിറ്റിയും സ്ത്രീകളാണ് എന്ന്. അപ്പം ഒരു പക്ഷേ ഇതൊന്ന് കണ്ണോക്കി വെച്ചോ. അതായത് മോളുമാരോടെല്ലാം വളരെ പുച്ഛത്തോടെയാണ് വന്ന് സംസാരിക്കുന്നത്. അളിയൻ നിന്നെ ഞാൻ സമ്മതിച്ച് തന്ന്. ഈ ലേശം ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഈ വീഡിയോക്കകത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. നീ ഈ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നില്ല നീ നിന്റെ കമന്റ് ബോക്സ് നോക്കിയിട്ടുണ്ട് എന്ന്. കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നീ വേണമെങ്കിൽ നൈസായിട്ട് ആ വീഡിയോ നോക്കിയാണ്. കാര്യം അമ്മാതിരി തെറിവിളിയാണ് ആ ഒരു വീഡിയോയുടെ താഴെ വരുന്നത്. കാര്യം നിന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയ ആൾക്കാർ, അതായത് നിന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ വന്ന് നിന്നെ തെറി വിളിക്കുന്ന കുറേ കമന്റ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നിന്റെ കമന്റ് ബോക്സിൽ കുറച്ച് 2-3 കമന്റ്സ് ഞാൻ വായിക്കാം. ഷെയ്മ് ഓൺ യു സിജോ, യു ആർ ഓർ വേറെ ടീച്ചർ അല്ലേ? ഹൗ ക്യാൻ യു ബി സോ റിവെഞ്ച്ഫുൾ ആൻഡ് നാരോ മൈൻഡഡ്? അനന്തു നിന്നെ സപ്പോർട്ട് ചെയ്ത വീഡിയോസ് കണ്ടാണ് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. നോട്ട് ബിക്കോസ് യു ഹാഡ് എനി ഗ്രേറ്റ് പേഴ്സണാലിറ്റി. ഫെൽറ്റ് ബാഡ് വെൻ റോക്കി ഹിറ്റ് യു. But the fact is at some point you deserved it. That video is still in our mind and wish that repeated now. By the way, it was you who started it all by criticizing Anandu's opinion. And when he replied to you with facts, നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ എന്ത് മെന്റാലിറ്റിയാണ്? ടോക്കിംഗ് അബൌട്ട് someone's parents, how pathetic and loser are you? Never watching your videos again. Disgusting. ഇത്ര കമന്റ്സ് ഒക്കെ ഒന്ന് എടുത്തു നോക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. എന്തായാലും ആൾക്കാർക്കല്ല നല്ല മതിപ്പായിട്ടുണ്ട് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം. കഷ്ടം തന്നെ സിജോ നിന്റെ കാര്യം. എനിക്കിതിൽ കൂടുതലൊന്നും ഒന്നും പറയാനില്ല. ഇനിയും വേറൊരു കമന്റ് കൂടെ ഞാൻ വായിച്ചു തരാം. തനിക്ക് ആ പയ്യനോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവനെ പറ്റി പറയാം. വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് എന്തിനാണ് കഷ്ടം? കേട്ടല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ പറയുക, ഒരു കുഴപ്പമില്ല. അവൻ്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത്ര ശരിയുള്ള ഒരു പരിപാടിയല്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.